പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഥ നവയുഗ ജാഥ എന്നാണ് പറയുന്നത്. അതായത് കേരളം കഴിഞ്ഞ 10 വർഷം വികസനം പുറകോട്ട് പോയെന്നാണ് പറയുന്നത്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ജനങ്ങൾക്ക് എല്ലാം ഓർമ്മയില്ലേ? സ്ഥിരം പോർക്കെട്ട്, പള്ളിക്കുളം തുറന്ന പുസ്തകമില്ല, സ്കൂളുകൾ പൂട്ടുന്നു, ആശുപത്രി ചികിത്സയില്ല, അഴിമതിയുടെ കൂത്തിറങ്ങ്, ഇതെല്ലാം ഉണ്ടായത് 10 കൊല്ലം മുമ്പാ. ഇവരിപ്പോൾ വന്നിട്ട് കൈ കഴുകി പറയുകയാണ് നിങ്ങൾ മാന്യന്മാരും മാലാഹമാരുമാണെന്ന്. എത്ര പരിഹാസ്യമാണത്! ഇതെല്ലാം UDF പറയും തോറും ഓർമ്മകൾ പുറകോട്ട് പോകും ജനങ്ങളുടെ. UDFന്റെ വിശ്വാസ്യതയുടെ ലെവൽ പാതാളം വരെയാണ് ഇപ്പോൾ കേരളത്തിൽ. ഓരോന്ന് പറയും തോറും ജനങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മകൾ വരും. അതുകൊണ്ട് അവർക്ക് പ്രതീക്ഷിക്കാൻ അവകാശമുണ്ടല്ലോ, അവർക്ക് ആഗ്രഹിക്കാം. കഴിഞ്ഞ പ്രാവശ്യം അവരങ്ങനെയായിരുന്നു. മലപ്പുറം ജില്ല വിഭജിക്കണമെന്നിപ്പോൾ സമസ്തയുടെ പ്രമേയം പ്രമേയം പ്രമേയത്തെ പറ്റി ഞങ്ങൾക്കറിയില്ല. LDF രാഷ്ട്രീയ ഇങ്ങനെ പറയേണ്ടതല്ല. ഈ വർഗീയ കക്ഷികളുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് ചർച്ച അറിയുമ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആക്ഷേപം, അതായത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള കക്ഷികളുമായിട്ട് ബന്ധം സ്ഥാപിച്ചു തുടങ്ങിയത് ആദ്യം LDF ആണ് എന്ന് പറഞ്ഞാണ് അവർ ആക്ഷേപിക്കുന്നത്. LDFന് ജമാഅത്തെ ഇസ്ലാമിയോടോ RSSനോടോ ഒരിക്കലും ബന്ധമില്ല, ഉണ്ടാവുകയുമില്ല. ഇതിൽ ആർക്കും ഉറപ്പിച്ച് വിശ്വസിക്കാം. അത് ഞങ്ങളുടെ രാഷ്ട്രീയമല്ല, രാഷ്ട്രീയമായിട്ടുമില്ല, ആരും പോകുന്നില്ല. എല്ലാ മതങ്ങളിലും പെട്ട വിശ്വാസികളെ ഞങ്ങൾ ചേർത്ത് പിടിക്കും. പക്ഷേ ഒരു മതത്തിലുമുള്ള മതഭ്രാന്തിനെ LDF അംഗീകരിക്കില്ല. നല്ല ബോധ്യം LDFനുണ്ട്. മതം വേറെ, മതഭ്രാന്ത് വേറെ, മത തീവ്രവാദം വേറെ. RSSും ജമാഅത്തെ ഇസ്ലാമിയും മതത്തെയല്ല, മതത്തിന്റെ തീവ്രവാദ ഭാഗത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിനകത്തുള്ള ഭ്രാന്തിനെ പ്രതിനിധീകരിക്കുകയാണ്. അത് യഥാർത്ഥ വിശ്വാസത്തിനെതിരാണ്. അതുകൊണ്ട് വിശ്വാസികളുടെ കൂടെ നിൽക്കും ഞങ്ങൾ, മറ്റേ തീവ്രവാദത്തോട് നിൽക്കുകയുമില്ല. ഓക്കെ, സീറ്റ് ചർച്ചയുടെ ഘട്ടമായിട്ടില്ല. LDFൽ അതൊന്നും പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ഉറപ്പിച്ചു കൊടുക്കുക. അല്ലാതെ ഏറ്റവും സ്മൂത്തായി നടക്കും.